നിങ്ങൾ ആദ്യം ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കേ. ഹലോ ഹലോ ആതിരയല്ലേ? ആന്നു ആരായിരുന്നു? നിന്റെ മുല ഒന്ന് പിടിക്കാൻ വരുമോ? എന്താ? നിന്റെ മുല ഒന്ന് പിടിക്കാൻ വരുമോ? നിനക്ക് മുല മാത്രം മതിയോ? ആ ബോറും വേണം. ഉണ്ടോ? ആ ഉണ്ടേ. നീ എവിടുന്ന? ഈ കാണിച്ചിരിക്കുന്നതാണ് ഈ നമ്പർ. ഇന്ന് വിളിച്ചവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. അപ്പൊ അവനെതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലൈന്റ് റെസിപ്റ്റ് ആണിത്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഇതായിരിക്കും എന്റെ മറുപടി. അവനെ കിട്ടുവാണെങ്കിൽ ബാക്കി ഫർദർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിരുന്നതായിരിക്കും. മറ്റേ അസുഖം തീർന്നിട്ടുണ്ടോ? എപ്പോഴും പൊക്കിക്കണം. അതൊരു മാന്യമായിട്ടുള്ളൊരു റിയാക്ഷനാണ്, പ്രതികരണമാണ്. അപ്പം അവൻ എന്താ പറയുക, 8 മണി ഇപ്പൊ തന്നെ ഇതിനോടകം കിട്ടിയിട്ടുണ്ടാവും. വീഡിയോ നിങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് ആൾക്കാരും കണ്ടിട്ടുണ്ടാവും മക്കളെ. അപ്പൊ എനിക്ക് പറയാനുള്ളത് മറ്റേ വീഡിയോകൾ ഇതിനകത്ത് കൊണ്ട് മിക്സ് ചെയ്തിട്ട് സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഒരു മാന്യമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. അത് ഓക്കെ, ഡിസേർവ്ഡ് ആണ്. പക്ഷെ മറ്റേകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിഷോ പാർട്ടിഷോ എന്ന് പറഞ്ഞാൽ അവളുടെ പ്രൊഫൈൽ ഞാൻ തപ്പി നോക്കി മക്കളെ. അതിനകത്ത് 5.3 മില്യൺ ആണ് ആ വീഡിയോയ്ക്ക് മാത്രം. എന്നിട്ട് അവൾ ഇത്രയും തെറിയും കാര്യങ്ങളെല്ലാം വന്നിട്ട് അവൾ അത് റിമൂവ് ചെയ്തില്ലെന്നുള്ളതാണ്. ആ വീഡിയോ അവിടെ തന്നെ കിടപ്പുണ്ട്. അവിടെ പ്രൊഫൈൽ ഞാനതിൽ പോയി ചെക്ക് ചെയ്ത്. ബാക്കി എല്ലാ വീഡിയോസിനും റീച്ച് ഇല്ല. അവൾക്ക് ആകെ 13,000 ഫോളോവേഴ്സേ ഉള്ളൂ. അപ്പം അവ മനഃപൂർവ്വം ചെയ്ത പരിപാടിയാണ്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും പാവപ്പെട്ടവനെ എങ്ങനെ ഇതാക്കുക, ഒന്ന് ഫേമസ് ആവണം, ഒന്ന് വൈറലാവണം. അല്ലെങ്കിൽ അവളൊന്ന് വിചാരിക്കണം നാട്ടിൽ കണ്ട എല്ലാ ആൾക്കാരും 100% തെറി പറഞ്ഞ് റിയാക്ഷൻ ചെയ്ത് വീഡിയോസ് ചെയ്യുന്നു. ഇവളെപ്പോഴും ആ വീഡിയോ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും അത് തന്നെ എടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവളുമാരൊക്കെ എന്താണ് അവസ്ഥ? നിങ്ങളുടെ നെഞ്ചിട്ട് എന്താവാന്നുള്ളൊരു ധാരണയാണ് ഇവൾമാർക്ക്. പണി എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇവള് 100% തെറിയാൻ ആൾക്കാരെല്ലാം കൊടുക്കുന്നു. മറ്റേ പെൺകുട്ടിയുടെ എന്ന് പറഞ്ഞാൽ ഒരു മാന്യമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. അവൻ്റെ അസുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്തു കൊടുത്തിട്ടുണ്ട്. ഉറപ്പാണ് പോലീസ്. ഇനി മേലിൽ അവനൊരു പെൺകുട്ടി ഇത്രയും ധൈര്യമായിട്ട് വന്ന് കഴിക്കുക പറഞ്ഞാൽ ഞാൻ ഉമ്മാരുടെ മറ്റേ ഈ ഹോർമോൺസ് ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ കട്ട് ചെയ്ത് വിടുക, അല്ലെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുക. പിന്നെ മേലിൽ അതിരി പരിപാടിക്ക് ഞരമ്പ് രോഗത്തിന് പോകത്തില്ല. ഉമ്മരൊക്കെ ഞരമ്പ് രോഗികളാണ്, അല്ലാതെ പിന്നെ എന്താണ്? ഇനി നിങ്ങളുടെ പ്രതികരണം പറയാം. മറ്റവൾക്ക് സുഖര് വേറെയാണ് കേട്ടോ. അവൾക്ക് എന്തെങ്കിലും വൈറലാവണം, അവൾ പ്രൊഫൈലെ റീച്ച് ആക്കണം, അതിന് വേണ്ടി മാത്രം കച്ച കെട്ടി ഇറങ്ങിയതാണ് അവൾ. ഞാൻ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് അതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ബാക്കി ഒരു വീഡിയോസിന് അവൾക്ക് റീച്ച് ഇല്ല. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് റീച്ച് ആവണം. അതിന് KSRTC ബസ്സാണ് തിരഞ്ഞെടുക്കുന്നത്. ഞാൻ പറയുന്ന മന്ത്രി ഗണേഷ് കുമാർ സാറ് KSRTC ബസ്സിൽ പ്രത്യേകം എന്തെങ്കിലും ഒരു സംവിധാനം കൂടെ ചെയ്തു വയ്ക്കണം. ഇതിനകത്ത് വൈറലാകാൻ വേണ്ടിയിട്ട് ഫോണുമായിട്ട് ഇതിനകത്ത് കയറുന്നത് പെൺകുട്ടികൾ എന്ന് ഒരു ബോർഡ് വയ്ക്കേണ്ടി വരും. ഗണേഷ് കുമാർ സാറിന് ശ്രദ്ധയിൽപ്പെടുന്ന ഇതൊക്കെ എന്തിനാണ് ഇവൾമാർക്ക് ഇതാവണമെന്നും ഫേമസ് ആവണമെന്നും KSRTC ചൂസ് ചെയ്യുന്നത്? വേറെ എന്തൊക്കെയുണ്ട്? അവളുമാർക്ക് കംഫർട്ടബിൾ ആയിട്ട് പോകണമെങ്കിൽ കാറിൽ പോവാം, ഓട്ടോയിൽ പോവാം, അല്ലെങ്കിൽ കെട്ടിയനുള്ളതാണെങ്കിൽ കെട്ടിയൻ്റെ ബൈക്കിൽ പോവാം, എന്താ വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ ഒരു KSRTC ബസ്സിൽ കയറുമ്പം പല ആൾക്കാരും വരും, പല തരത്തിലുള്ള ആൾക്കാരും വരും. വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ അവിടെ നിന്ന് എണീച്ച് മാറിയിരിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് റെസ്പോൺസ് ചെയ്താൽ ഒപ്പം തന്നെ ഓൺ ദി സ്പോട്ടിൽ പ്രതികരിക്കുക, ഒരു കുറ്റിക്ക് അടി കൊടുക്കുക, അല്ലെങ്കിൽ കണ്ടക്ടറോട് പറയും. അല്ലാതെ ഒരു ഫോണോ എടുത്തുകൊണ്ട് പട്ടിഷമാണ് ആ ഒരു പാവം പുരുഷനെ പെരുത്തിയത് തന്നെയാണ് ഇവിടെ. എനിവേ, എന്താണ് നമ്മളുടെ കേരളം എന്ന് നന്നാവും? ഇവളുമാരെപ്പോലുള്ള ആൾക്കാരെ തിരത്തുടച്ച് നിൽക്കുന്ന നല്ല മര്യാദയ്ക്ക് റെസ്പോൺസ് ചെയ്യുന്ന മറ്റേ പെൺകുട്ടികളെ പോലുള്ള ആൾക്കാരെ പറയിപ്പിക്കാനാണ് ഇങ്ങനെ ഒരു സ്ഥലമല്ലാതെ ഇത് കച്ചിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ആ 2 വീഡിയോയും കൂടെ എടുത്തുകൊണ്ടൊന്ന് സംസാരിക്കാൻ കരുതിയത്. ഇങ്ങനെ വേണം പെൺകുട്ടി. ഇതൊക്കെ എന്ന് പറയുമ്പോൾ മാന്യമായിട്ടുള്ളൊരു പ്രതികരണമാണ് മറ്റേ പെൺകുട്ടിയുടെ. അത് അവൻ അസുഖമാണ്. അതുപോലെയാണ് ഇത്. ബാക്കി നിങ്ങൾ പറയാം. എൻ്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്നവർക്ക് കമൻസ് ചെയ്യാം. ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഈ മന്ത്രി KB ഗണേഷ് കുമാറിന് ശ്രദ്ധയിലും കൂടെ പെടണം ഇങ്ങനെയുള്ള മാറ്റേഴ്സൊക്കെ. ബിക്കോസ് ഇനി KSRTCയിൽ ഇങ്ങനെ ഒരു ബോർഡ് ആവശ്യമാണ്. ശരിയല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. എൻ്റെ പേജും കൂടെ ഫോളോ ചെയ്യുക മോർ വീഡിയോസിനായിട്ട്. ഓക്കെ.